ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരുടെയും കൂടെ കണിയൊക്കെ ഒരുക്കുന്നുണ്ടെങ്കിലും നന്ദുവിൻ്റെ മനസ്സ് അനിയുടെ അടുത്താണ്. അനി വരണമെന്ന് പറഞ്ഞിട്ടും പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനാണ് നന്ദുവിന്. അപ്പോൾ ആ ടെൻഷൻ നയനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ നിനക്കൊരു ടെൻഷൻ പോലെ എന്നൊക്കെ ചോദിക്കുമെന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി എന്ന് പറയും. അല്ല, എന്തോ ഉണ്ട്, നിൻ്റെ മുഖം മാറിയിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുമ്പം കനക പറയുന്നുണ്ട്, എന്തായാലും നാളെ കഴിഞ്ഞ് അങ്ങ് പോകത്തില്ലേ അവൾ, അതിൻ്റെ ആയിരിക്കുമെന്ന്. എന്നാൽ നീ പോകണ്ട, നീ കാക്കിയിടണം, ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ആഗ്രഹമില്ലാത്തതാന്ന് പറയും. അതൊന്നും വേണ്ട മോളെ, നിൻ്റെ ആഗ്രഹമല്ലായിരുന്നു, അപ്പം നീ അതിന് പോവുക തന്നെ ചെയ്യണം. പോയിട്ട് വന്നിട്ട് വേണം എനിക്ക് 1-2 പേർക്കിട്ട് തല്ല് കൊടുക്കാൻ. വേറെ ആർക്കുമല്ല, എൻ്റെ ഭർത്താവിനിട്ടും അമ്മായിയമ്മയ്ക്കിട്ടുവാ. ഭർത്താവ് ഇപ്പം കാണിക്കുന്ന സ്നേഹമൊക്കെ അഭിനയമാണെങ്കിൽ അവനിട്ട് 2 കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് കാരണം നീ പോയി SI ആയിട്ട് വരണം മോളെ എന്ന് നവ്യ പറയും. ആ സമയത്ത് നന്ദുവിനൊരു മെസ്സേജ് വരുന്നുണ്ട്, അനിയുടെയാണ്. അനി എഴുതിയിട്ടുണ്ട്, നന്ദു വിചാരിച്ചാൽ വിഷുവിൻ്റെ അന്ന് ഒരു മരണവാർത്ത കേൾക്കാൻ സാധിക്കും, അത് പെട്ടെന്ന് തന്നെ സാധിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അത് കാണുമ്പോഴത്തേന് ആകെ ടെൻഷനാവുകയാണ് നന്ദുവിന്. അന്നേരം നന്ദു ഓർക്കും, അനി അങ്ങനെ വെറുതെ ഒന്നും പറയാറില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും ദൈവമേ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴത്തേന് നയന ചോദിക്കും, ആരാ നിനക്ക് മെസ്സേജ് അയച്ചെന്ന്. എൻ്റെ ഫ്രണ്ട്സാ ചേച്ചി, അനിയാണെന്ന് ചോദിക്കും. അല്ല, എൻ്റെ രാകേഷൊക്കെ അവരെല്ലാവരുടെ കൂടി എന്നോട് പറഞ്ഞായിരുന്നു വൈകിട്ട് ഒന്ന് കൂടണം, ഫുഡൊക്കെ കഴിച്ചേച്ച് പോരാമെന്ന്. ആ കൂട്ടത്തിൽ അനിയുണ്ടോ എന്ന് കനക ചോദിക്കുന്നുണ്ട്. അനി ഇല്ല എന്ന് പറയും. അതാ, എന്നാൽ പിന്നെ എന്തായാലും ഈ രാത്രിക്ക് ഇവിടുന്ന് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വഴക്കൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നവിക്കാണെങ്കിൽ ഒരു മനസ്സിലൊക്കെ ഉണ്ട്. എന്തായാലും അവൾ നാളെ അങ്ങ് പോവുമല്ലേ, ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഒന്ന് പോയിട്ട് വരട്ടെ എന്നാണ് നവ്യ പറയുന്നത്. കനക സമ്മതിക്കുന്നില്ല, വേണ്ട, രാത്രിയിലൊന്നും ഉള്ള യാത്രയൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേന് നവ്യ പറയും, എന്തായാലും ഇവൾ പോയാൽ ഇവളെ ആരും ഒന്നും ചെയ്യത്തൊന്നും ഇല്ലല്ലോ അമ്മയെന്ന്. എപ്പോഴും അങ്ങനെയൊന്നും നടക്കണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം തലയ്ക്ക് അടി കൊണ്ടിട്ട് എത്ര ദിവസമായി ഇവിടെ വീട്ടിലിരുന്നത്, അതുകൊണ്ട് ഇനിയും വീടണ്ട എന്നുള്ള പറയത്തിലാണ് പറയുന്നത്. അന്നേരം ആണ് നന്ദുവിൻ്റെ കൂട്ടുകാരങ്ങോട്ട് കയറി വരും. അന്നേരം അനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതൊക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. വണ്ടിയിൽ ഓണടി കേൾക്കുമ്പോഴേ നയന ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഫ്രണ്ട്സ് ആണോ എന്ന്. അതെ, ഞാൻ എന്തായാലും ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് നന്ദു പുറത്തേക്ക് പോകും. അന്നേരം രാകേഷൊക്കെ ചോദിക്കുന്നുണ്ട്, നീ എന്താ വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നത്, അനി അവിടെ വന്നിരിപ്പുണ്ട്, ആകെ പ്രശ്നമാണ്. അവൻ മദ്യമൊക്കെ ചോദിച്ചു, ഞങ്ങളാണെങ്കിൽ ഇടയ്ക്കൊക്കെ കുടിക്കുന്നവരല്ലേ, പക്ഷേ അവൻ അങ്ങനെ കുടിക്കാറില്ല. അത് കാരണം ഇപ്പം മദ്യമൊക്കെ അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുകയല്ലേ, അവൻ വീട്ടിലൊക്കെ പ്രശ്നമാകും, അതുകൊണ്ട് നീ വന്നേ വരത്തുള്ളൂ എന്ന് പറയും. എടാ, ഞാൻ ഇവിടുന്ന് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ എന്നെ വീട്ടിൽ നിന്ന് വിടത്തില്ലെന്ന് പറയും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെന്ന് പറഞ്ഞു നോക്കാൻ പറയും. എന്നാൽ ഇവർ പിന്നെ അകത്തേക്ക് കയറി വന്ന് നയനയോടും കനകയോടൊക്കെ സംസാരിക്കുന്നുണ്ട്. കനക ചോദിക്കും, എന്തിനാ രാത്രിയിൽ എല്ലാവരും ഇവിടെ വന്നെന്ന് ചോദിക്കും. അത് ഞങ്ങൾ ഇവളെ ഒന്ന് കൊണ്ടുപോകാൻ വന്നതാണ്. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവളെ രാത്രി വന്ന് വിളിച്ചുകൊണ്ട് പോകരുതെന്ന്. അത് ആൻറ്റി, ഇവൾ നാളെ കഴിഞ്ഞ് ഞങ്ങൾ പോകത്തില്ലേ, അപ്പോൾ ഇവൾക്ക് ഒരു ട്രീറ്റ് കൊടുക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരുടെ കൂടി വൈകിട്ട് ഫുഡൊക്കെ മേടിച്ച് കാത്തിരിക്കുകയായിരുന്നു, ഇവൾ വന്നില്ലാത്തതുകൊണ്ട് തിരക്കി വന്നതേ ഉള്ളെന്ന് പറയും. അത് ആ കൂട്ടത്തിൽ അനിയുണ്ടോ എന്നുടനെ ഇവർ ചോദിക്കുന്നുണ്ട്. അനിയ ഭാഗത്ത് പോലും വന്നില്ല എന്നുടനെ കൂട്ടുകാരൻ പറയും, ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വിട്ടേക്കാം ആൻറ്റി എന്നൊക്കെ പറയും. അപ്പം നയന പറയും, എന്തായാലും ഇനിയിപ്പം നാളെ ഇന്നൂടല്ലേ ഉള്ളൂ, നാളെ കഴിഞ്ഞ് അവളങ്ങ് പോവുമല്ലോ അമ്മേ, ഇവളെന്നാൽ പോയിട്ട് വരട്ടെ, പെട്ടെന്ന് നീ വന്നേക്കണം, ഒരുപാട് രാത്രിയാകരുതെന്നൊക്കെ താക്കീത് ചെയ്തിട്ട് നന്ദുവിനോട് പൊക്കളാൻ പറയും. നന്ദു പെട്ടെന്ന് ഒരുങ്ങി ഇവരുടെ കൂടെ അങ്ങ് പോകും. കനയ്ക്ക് ആകെ ടെൻഷനാണ്. നന്ദു പോയി കഴിയുമ്പോഴത്തേന് അന്നേരം നയനോട് പറയുന്നുണ്ട്, ചിലപ്പോൾ അനി എങ്ങാനും ആ കൂട്ടത്തിൽ കാണുമോ, നീ ഒന്ന് വിളിച്ച് ആദർശനോട് ചോദിച്ച് അനി അവിടെ വീട്ടിലുണ്ടോ എന്ന്. ഉടനെ നയന പറയും, എന്നാൽ ഞാൻ ആദർശനെ വിളിച്ച് കാര്യം തിരക്കാമെന്ന് പറയും. എന്നിട്ട് നയന ആദർശനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആദർശന് സന്തോഷമാകും നയന വിളിച്ചത്. എന്താ ഈ കണിയൊക്കെ അവിടെ ഒരുക്കി തീർന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ കണിയൊക്കെ ഒരുക്കി കഴിഞ്ഞു, അവിടെ എന്തായി ആദർശേട്ടാന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞാനതൊന്നും ശ്രദ്ധിച്ചില്ലെന്ന് പറയും. പിന്നെ എനിക്ക് ആകെ ഒരു സങ്കടമുള്ളത് എൻ്റെ വൈഫിനെ രാവിലെ കണി കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ളതേ ഉള്ളൂ പറയും. അപ്പം നയനെ പറയുന്നുണ്ട്, അതുപോലെ അല്ലായിരുന്നല്ലോ നേരത്തെ, എൻ്റെ മുഖം കാണുന്നത് പോലും ഇഷ്ടമില്ലായിരുന്നല്ലോ എന്ന് പറയും. അന്നത്തെ പൂതനയായ ഭാര്യയല്ലല്ലോ ഇപ്പം എൻ്റെ കൂടെ ഉള്ളതെന്ന് ഉടനെ ആദർശം പറയുന്നുണ്ട്. എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഒന്നും തമാശയായിട്ട് പറഞ്ഞതേ ഉള്ളെന്ന് പറയും. പിന്നെ ആദർശേട്ടാ, ഞാൻ വിളിച്ചതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ അനി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അത് അവൻ ഇവിടെ കാണുന്നില്ല, വണ്ടിയും പുറത്തിരിപ്പില്ല, പുറത്തെങ്ങാണ്ട് പോയതാണെന്ന് തോന്നുന്നു പറയും. അതല്ല, ഇച്ചിരി മുമ്പേ നന്ദുവിൻ്റെ കൂട്ടുകാരെല്ലാം വന്ന് നന്ദുവിനെ വിളിച്ചുകൊണ്ട് പോയി, അവരെല്ലാവരുടെ കൂടി വിഷുവിൻ്റെ ഒരു ട്രീറ്റ് ചെയ്യാനാണ് പോയെന്നാണ് പറഞ്ഞത്. അനി എങ്ങാനും ആ കൂടെ കാണുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയും. നേരത്തേന് ആദർശി ചോദിക്കുന്നുണ്ട്, എന്തിനാ രാത്രിയിൽ അവളെ പറഞ്ഞു വിട്ടത്, ഇതിപ്പം എന്തായാലും അനി ആ കൂട്ടത്തിൽ കാണും, അനിയെ കാണാൻ വേണ്ടി തന്നെയായിരിക്കും അവൻ പോയിരിക്കുന്നത്, അവൾ വന്നത്, അതുകൊണ്ട് ഞാനൊന്ന് നോക്കിയിട്ട് ഇവിടെ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വിളിച്ച് പറയാമെന്നൊക്കെ പറയും. പിന്നെ അനിയും നന്ദുവും
കൂടുതൽ കാണും തോറും അനാമികയായിട്ടുള്ള അവൻ്റെ അകൽച്ച കൂടുകയുള്ളൂ. അതുകൊണ്ടാണ് മാക്സിമം ഇവർ തമ്മിൽ കാണണ്ട എന്ന് ഞാൻ പറഞ്ഞതെന്ന് ആദർശ് പറയുന്നുണ്ട്. ഞാൻ അവളോട് അമ്മയും ഞാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. ഇനി ആദർശേട്ടൻ ഒന്ന് അനിയോട് സംസാരിക്കണമെന്ന് പറയും. ഞാൻ അവനോട് പല പ്രാവശ്യം പറയാറുണ്ട് ഇതൊക്കെ, എന്നാലും ഒന്നുകൂടെ സംസാരിക്കാം, അവനിവിടെ ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് ഫോൺ വെക്കും. ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു അനി. ആ സമയത്ത് കൂട്ടുകാരങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയും, നിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നീ കാണാൻ ആഗ്രഹിച്ച ആളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോടാ, നീ ടെൻഷൻ അടിക്കണം എന്ന് പറയും. ആ സമയത്ത് നന്ദു ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. നന്ദുവിനെ കണ്ടു കഴിയുമ്പോൾ അനിയുടെ മുഖത്ത് പൂത്തിരി കത്തിച്ച പോലുള്ള സന്തോഷമാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി നന്ദുവിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അനിയെ കാണുമ്പോഴത്തേന് നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ അനി ഇങ്ങനെയൊക്കെ വീണ്ടും ഇങ്ങനെയൊക്കെ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാമോ, മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കരുതെന്ന് പറയും. അതേ എനിക്കും പറയാനുള്ളൂ, ഞാൻ നിന്നോട് വരണമെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് നീ വരാതിരുന്നപ്പോൾ എനിക്ക് എന്തുമാത്രം ടെൻഷൻ ഉണ്ടായെന്നറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇവർ പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർക്കട്ടെ, നമുക്ക് പുറത്തോട്ട് നിൽക്കാമെന്ന് പറഞ്ഞ് കൂട്ടുകാർ പുറത്തോട്ട് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം അനി പറയും, ഞാൻ എൻ്റെ മനസ്സ് മുഴുവൻ ഞാൻ നിൻ്റെ അടുത്ത് തുറന്ന് കാണിച്ചിട്ടുള്ളതാണ്. എൻ്റെയും അനാമികയുടെയും ജീവിതം അങ്ങനെ കൂടുതൽ കാലമൊന്നും പോകത്തില്ല. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ തന്നെ കിട്ടുമെന്ന് എന്നോട് പുരോഹിതൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഉടനെ നന്ദു ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ ഇതൊക്കെ പുരോഹിതനോട് ചെന്ന് പറഞ്ഞോ, ഇതൊക്കെ മുത്തശ്ശനോടെങ്ങാനും പുരോഹിതൻ പറഞ്ഞു കൊടുക്കുകയില്ലേ, അവരൊക്കെ പരിചയക്കാരല്ലേ എന്ന് ചോദിക്കും. ഞാൻ എൻ്റെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം പുരോഹിതനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ സ്നേഹിച്ച പെണ്ണിനെ മാത്രമേ വിവാഹം കഴിച്ച് കുടുംബ ജീവിതം നടത്തൂ എന്നുള്ള കാര്യം. പിന്നെ അതിനുവേണ്ടി ചില പൂജകളൊക്കെ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യണം. അതുകൊണ്ട് നീ എന്നെ വെറുതെ വിഷമിപ്പിക്കരുതെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് നന്ദുവിൻ്റെ മനസ്സിലൂടെയും പോകുന്നുണ്ട്, അവർ കാണാൻ ചെന്ന പുരോഹിതനും ഇതുപോലെ തന്നെ അനിയെ തന്നെ വിവാഹം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ കാര്യമൊക്കെ. അനി എന്തൊക്കെയായാലും നമ്മൾ തമ്മിൽ ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല. കാരണം ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ അതൊന്നും നടക്കത്തില്ല. ഏത് നിമിഷമാണോ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ തോന്നിയത് എന്ന് നന്ദു പറയുന്നുണ്ട്. അപ്പോൾ അനി പറയും, അത് ശരിയാ, നീ എന്നോട് സ്നേഹം പറഞ്ഞേയില്ല. ഞാൻ ചോദിച്ചപ്പോഴത്തേ നീ എന്നോട് പറഞ്ഞത് ഒരു ഫ്രണ്ടിനെ പോലെ കരുതുന്നു എന്ന് പറഞ്ഞ് എന്നെ മൂടിക്കെട്ടിയല്ലേ നീ നിർത്തിയത്. അത് കാരണമല്ലേ ഇന്ന് ഈ സംഭവമൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ വിവാഹം കുറച്ച് നാളത്തേക്ക് നീട്ടിയെങ്കിലും വെച്ചിരുന്നതിനും. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും വരെ ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത് എൻ്റെ മനസ്സിലെ സ്നേഹം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെ പോയെന്ന് പറഞ്ഞാലും അധികകാലം നിൽക്കാതെ തന്നെ ഞാനും അനാമികയും ബന്ധം വേർപിരിയും എന്നൊക്കെ പറയും. എന്നിട്ട് അനി എന്ന ആ റൂമിൻ്റെ കഥ അങ്ങ് അടയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേന് നന്ദു ചോദിക്കും, നീ എന്ത് ഭാവിച്ചായി എന്തായി കാണിക്കുന്നതൊക്കെ ചോദിക്കും. ഞാൻ നിന്നെ ഒന്ന് ഉപദ്രവിക്കാനൊന്നും അല്ല ഉദ്ദേശിച്ചത്, നീ ചാടിപ്പോകാതിരിക്കാൻ വേണ്ടി കഥ ഒന്ന് ലോക്ക് ചെയ്തേ ഉള്ളൂ, അല്ലാതെ നിന്നെ ഉപദ്രവിക്കാൻ മാത്രമുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് അനി അങ്ങ് ചിരിക്കും. അന്നേരത്തേന് നന്ദുവിനും ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയും, എന്തായാലും ഞാൻ അനാമികയെ താമസിയാതെ ഡൈവോഴ്സ് ചെയ്യും. ആ സമയത്ത് നീ എൻ്റെ കൂടെ വരണം എന്ന് പറയും. അതൊക്കെ നടക്കുന്ന കാര്യമാണോ അനി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു. ഇനി എന്തായാലും ഞാൻ SI ആയി തിരിച്ചു വരുമ്പോഴത്തേന് നിന്നെ മിക്കവാറും എടുത്തിട്ട് ഇടിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. എന്തിനാ എന്നെ ഇടിക്കുന്നൊക്കെ ചോദിക്കണം. പറയും, എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതുകൊണ്ട് ആദ്യത്തെ കേസ് നിൻ്റെ പേരിലായിരിക്കും ഞാൻ എടുക്കുന്നതൊക്കെ പറയും. അപ്പോൾ അനി അങ്ങ് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. നീ എൻ്റെ കൂടെ വരുമെന്ന് എനിക്ക് ഉറപ്പ് ഈ നിമിഷം കിട്ടണം, കാരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ ഫാനിൽ തൂങ്ങിയാടുന്നത് നിനക്ക് കാണേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അനി. അന്നേരം നന്ദു പറയും, ഞാൻ എന്താ ഇപ്പം പറയേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട അനി എന്ന് പറയും. എൻ്റെ അനി, നമ്മൾ തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ ചെവി കടിച്ചു പറിക്കുകയാണ്. അതിൻ്റെ കൂടെ നിൻ്റെ വല്യമ്മയും ആദർശേട്ടനും എന്ന് വേണ്ട എല്ലാവരും എന്നെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ നയനേടത്തി പോലും എന്നെ ഇപ്പോൾ ഉപദേശിക്കുന്നുണ്ട്, നീയുമായിട്ട് അടുക്കരുതെന്ന് പറഞ്ഞ്. എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നന്ദു പറയും. എന്നെ എല്ലാവരും ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ, ആരുടെ ഉപദേശത്തിന് മേലിലാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം. നമ്മൾ തമ്മിൽ ഒന്നിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് നീ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുകയും വേണ്ട, നമ്മളുടെ ഭാവിയെക്കുറിച്ച് മാത്രം നീ ചിന്തിച്ചാൽ മതി എന്നൊക്കെ അനി പറയും. പിന്നീട് കാണിക്കുന്നത് വേണുവും രേവതിയും കൂടെ സംസാരിക്കുന്നതാണ്. എന്തായാലും മോൾക്ക് വിഷു ആയിക്കൊണ്ട് അവളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വല്ല കനത്തിലൊക്കെ കൊടുക്കുമായിരിക്കും എന്നാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കറിയാം, ഇനിയിപ്പം മോളെ ഒന്ന് വിളിച്ച് ചോദിച്ചേര്, അവളോടൊന്ന് അവരെയൊക്കെ ഒന്ന് സ്നേഹിച്ചൊക്കെ നിർത്താൻ പറ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇവർ മകളെ. അന്നേരം
അനാമിക ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ എന്താന്ന് വിഷുവിൻ്റെ കണിയൊക്കെ അവിടെ ഒരുക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് പറയും. നീ അവിടെ ചെന്ന് അവരുടെയൊക്കെ കൂട്ടത്തിൽ നിന്നൊന്ന് അതൊക്കെ ഒന്ന് ഒരുക്കാനൊക്കെ കൂടും. അപ്പം കിളവനും കിളവിയൊക്കെ ഒന്ന് കാണട്ടെ, നീ വീട്ടിലെ അംഗത്തെ പോലൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ, അതിൽ നിന്നൊക്കെ എന്തെങ്കിലും അവർക്ക് തന്നാലോ എന്ന് പറയും. ഏയ് അങ്ങനെയൊന്നും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ അമ്മായിയമ്മ എന്തെങ്കിലും തരുമായിരിക്കും, വേറെ ആരെങ്കിലും എന്തെങ്കിലും തരുമോയെന്നൊന്നും കണ്ടറിയണമെന്നൊക്കെ പറയും അനാമിക. ഉടനെ രേവതി പറയും, മോളെ നീ എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരെയും സോപ്പിട്ട് നിർത്തി എന്തെങ്കിലുമൊക്കെ മേടിച്ചെടുക്കാൻ നോക്കുക എന്ന് പറയും. അതൊക്കെ ഇരിക്കട്ടെ, മരുമോന് പിന്നെ വിഷു ആയിക്കൊണ്ട് എന്താ നിങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നത് ചോദിക്കും. ഞങ്ങൾ എന്ത് തരാനാ മോളെ, ഞാൻ അച്ഛൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞ ഉടനെ രേവതി വേണുവിൻ്റെ ഫോൺ കൊടുക്കും. ഉടനെ വേണു പറയും, ഒലക്കയുടെ മൂടെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒലക്കയുടെ മൂടല്ലേ കിട്ടത്തുള്ളൂ, അത് കാരണം മാത്രം ഞാൻ പറയുന്നില്ല, എന്ത് കൊടുക്കാനാ മോളെ, അതുകൊണ്ട് നീ അവിടെ പറയണം, ആദ്യത്തെ വിഷുവിന് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുന്നത് ദോഷമാണെന്ന് പറയും. പിന്നെ അതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നതെന്ന് ഉടനെ അനാമിക പറയുന്നുണ്ട്, നമ്മളെന്ത് കൊടുക്കുമെന്നൊന്നും ഇതുപോലൊന്നും ഇല്ലല്ലോ മോളെ, അതുകൊണ്ട് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് വേണു വെക്കുന്നത്. എന്നിട്ട് രേവതി പറയും, എന്തായാലും മോള് ഭയങ്കര കലിപ്പിലാണ്, അവൾ വാശി പിടിക്കുന്നുണ്ട് എന്തെങ്കിലും മരുമോന് കൊടുക്കണമെന്ന്. അതെങ്ങനെയാണ് ഇന്നാളാ മരുമോൻ്റെ ആണെന്ന് പറഞ്ഞുള്ള പരുവത്തിൽ ഒരു കാറ് വാടകയ്ക്ക് മേടിച്ചിട്ട് അത് അന്നേരം തിരിച്ചു കൊടുത്തില്ലേ, എത്ര നാളെന്ന് പറഞ്ഞാൽ അത് വർക്ക്ഷോപ്പിലാണെന്നൊക്കെ പറയുന്നെന്ന് വേണു പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, അതിൻ്റെ ഫാഷൻ ഇഷ്ടപ്പെട്ടില്ലാത്ത കാരണം വിറ്റെന്നങ്ങ് പറഞ്ഞേക്കാൻ, പിന്നെ ഇതൊക്കെ അവർ അവിടെ ഏക്കുമെന്നാണോ നീ വിചാരിക്കുന്നത്, എന്തായാലും വിഷുവിന് അവരെന്തെങ്കിലുമൊക്കെ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം, മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണം എന്തെങ്കിലുമൊക്കെ കിട്ടുന്നെങ്കിൽ ഇങ്ങോട്ട് കൊണ്ട് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറയും. അന്നേരം ഇവർ വലിയ പ്രതീക്ഷയോടെ ഇരിക്കുന്നതും അനാമിക ഇങ്ങനെ അതിനെക്കുറിച്ച് ഓർത്ത് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.